നമസ്കാരം. ഇസ്രായേലിലെ ഗാസ ആക്രമണത്തിനെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ യമനിലെ ഹൂതികൾ സ്വീകരിക്കുന്ന പുതിയ നീക്കം ലോക രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത് തന്നെയാണ്. സൗദി അറേബ്യയെ ഏറെക്കാലം വട്ടം കറക്കിയ ഒരു ഗോത്ര വിഭാഗം തന്നെയാണ് ഹൂതികൾ എന്ന് പറയുന്നത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയ വിഭാഗക്കാരായ ഹൂതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ മുൻപ് അറബ് സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല. സൗദിയുമായി സമാധാനത്തിന്റെ പാതയിൽ എത്തിയതിനു ശേഷമാണ് ഹൂതികൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ ചരക്ക് കപ്പലുകളും തങ്ങൾ പിടിച്ചെടുക്കും അല്ലെങ്കിൽ ആക്രമിക്കും എന്നതായിരുന്നു ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ ഭീഷണി. ഇസ്രായേലിലേക്കോ തിരിച്ചോ വരുന്ന ഏത് രാജ്യത്തിന്റെ ചരക്ക് കപ്പലും ആക്രമിക്കും എന്നതാണ് ഇപ്പോൾ അവർ ഉയർത്തുന്ന ഭീഷണി. വിദേശ കപ്പലുകൾ ഇസ്രായേലിലേക്ക് അതുകൊണ്ട് തന്നെ ചരക്കുമായി പോകാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉയർന്ന ഇൻഷുറൻസ് തുക മറ്റ് വിദേശ കമ്പനികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഹൂതികളെ നേരിടുന്നതിന് വേണ്ടി യുദ്ധ കപ്പൽ അയച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രതിനിധി അടുത്ത ആഴ്ച ഖത്തറിലേക്ക് എത്തുന്നുമുണ്ട്. ഹൂതികൾക്കെതിരെ നടപടിയെടുക്കുന്നത് വളരെയധികം ആലോചിച്ച ശേഷം മതി എന്നുള്ള അഭിപ്രായമാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് ഇസ്രായേലിലേക്ക് കാറുകളുമായി പോയ കപ്പൽ ഹൂതി വിഭാഗം പിടികൂടിയത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇസ്രായേലിനെതിരെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ പിന്നാലെ ഇപ്പോൾ യമനിൽ നിന്നുള്ള ഹൂതികളും ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനൊക്കെ സൗദിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണയുണ്ടോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. കാരണം സൗദിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൂതികൾക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ആലോചിച്ച ശേഷം മാത്രം മതിയെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളം.